അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത 2026 നടക്കുന്ന വാർഷിക പരീക്ഷയിൽ രണ്ടാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് വരാൻ പോകുന്ന ക്വസ്റ്റ്യനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 1, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചവ ചേർത്ത് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് ഇന്നമാ ബുഇസ്തു. 2, കളവ് പറയൽ. 3, വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ്. 4, പല്ലുകളെ വൃത്തിയിൽ സൂക്ഷിക്കാൻ. 5, സുബ്ഹ് നിസ്കാരം ഖളാ ആകും. 6, ഉറക്കം അല്ലാഹു നൽകിയ. ഇതിൻ്റെയൊക്കെ ആൻസർ ആ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് മാച്ചായത് എഴുതുക. ഇനി സെക്ഷൻ 2, ഉത്തരം എഴുതാം. 1, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേരെഴുതുക. 2, സലാം അടക്കുന്നതിൻ്റെ വചനം. 3, വായന തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം. 4, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദിൻ്റെ പേരെന്താണ്. 5, സത്യം എന്നാൽ എന്ത്. 6, നഖം നീട്ടി വളർത്തരുത്, കാരണം എന്ത്. ഇനി സെക്ഷൻ 3, 2 എണ്ണം വീതം എഴുതാം. 1, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. അതിന് 2 കാര്യം എഴുതുക. 2, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ. 3, മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ. 4, നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ. ഇനി സെക്ഷൻ 4, നഖം മുറിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന് ക്രമപ്പെടുത്തുക. ഫസ്റ്റ് മുറിക്കേണ്ടതിന് 1 നമ്പർ ഇടുക, അവസാനം മുറിക്കുന്നതിന് 10 എന്ന് നമ്പർ ഇടുക. അങ്ങനെ നമ്പർ അനുസരിച്ച് ക്രമത്തിൽ ചെയ്യുക. ഇനി സെക്ഷൻ 5, പൂർത്തിയാക്കാം. 1, സത്യം നന്മയിലേക്കും നന്മ ഡാഷ്. 2, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം. 3, പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ. 4, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബർക്കത്ത് ചെയ്യണമേ. 5, ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇനി സെക്ഷൻ 6, വേർതിരിക്കാം. നേരത്തെ ഉണർന്നാൽ ലഭിക്കുന്ന കാര്യങ്ങളും വൈകി ഉണർന്നാൽ ലഭിക്കുന്ന കാര്യങ്ങളും കോളത്തിലേക്ക് മേച്ചാക്കുക. ബർക്കത്ത് നഷ്ടമാകും, അതെപ്പം വൈകി ഉണർന്നാൽ. 2, നേരത്തെ ഉണരാം, സുബ്ഹ് നിസ്കാരം ഖളാ ആകും, അതെപ്പം വൈകി ഉണർന്നാൽ സുബ്ഹ് നിസ്കാരം ഖളാ ആകും. പിന്നെ ബർക്കത്ത് ഉണ്ടാകും നേരത്തെ ഉണർന്നാൽ. പിന്നെ ഉണരാൻ വൈകും, വൈകി ഉണർന്നാൽ ഉറങ്ങിയാൽ ഉണരാൻ വൈകും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് നേരത്തെ ഉണരുക എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് രണ്ടാം തരത്തിലെ ദുറൂസുൽ ഇഹ്സാനിൽ നിന്ന് ക്വസ്റ്റ്യനായി വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ പാഠഭാഗങ്ങൾ വായിക്കുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.